മാപ്പിള കോൽക്കളി രംഗത്ത് ചരിത്രം തിരുത്തി കുറിക്കുകയാണ് കോഴിക്കോട്ടെ പെൺപട. ഇവരുടെ അരങ്ങേറ്റം ഉടൻ തന്നെ ഉണ്ടാവും. ആ വിശേഷങ്ങൾ എന്താണെന്ന് ഇവർ തന്നെ നമ്മോട് പറയും. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടു കൂടി നടക്കുന്ന വജ്രജൂബിലി ഫെലോഷിപ്പ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞാനിവിടെ എത്തിച്ചേരുന്നത്. വജ്രജൂബിലി ഫെലോഷിപ്പിൻ്റെ ഭാഗമായി കോൽക്കളി അധ്യാപകനായിട്ട് ഞാൻ കോഴിക്കോട് ക്ലസ്റ്ററിലെത്തുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഈ പദ്ധതിയുടെ ഭാഗമായി പഠിതാക്കളായി എനിക്ക് ലഭിച്ചത് കൂടുതലും പെൺകുട്ടികളായിരുന്നു. പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ 32 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള പ്രായമായ സ്ത്രീകളായിരുന്നു എനിക്ക് കോൽക്കളി പഠിപ്പിക്കാൻ വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ തന്നെ ഒരു 28ഓളം പേരെ ഈ വരുന്ന 28-ാം തീയതി അരങ്ങേറ്റത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു വർഷത്തിനുള്ളിൽ, അതായത് ചുരുങ്ങിയത് ഒരു 8 മാസം കൊണ്ടാണ് ഇത്രയും ആൾക്കാരെ പഠിപ്പിച്ചെടുക്കാൻ സാധിച്ചത്. കോൽക്കളി എന്ന് പറയുന്നത് മാപ്പിള കോൽക്കളി എന്ന വിഭാഗത്തിലാണ് ഇവരിപ്പം അരങ്ങേറാൻ പോകുന്നത്. മാപ്പിള കോൽക്കളി എന്ന് പറഞ്ഞാൽ കുറച്ച് ഫാസ്റ്റായിട്ടാണ് പഠിക്കാനും കളരിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിൽ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ പഠിച്ചെടുക്കാനും കുറച്ച് പ്രയാസമുള്ളൊരു സംഗതിയാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഇത്രയും പ്രായമായ സ്ത്രീകൾ വന്നപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു ഇവരെ പഠിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത്. കാരണം പ്രായം കൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട്, പിന്നെ ഇവർക്ക് ശരീരം വഴങ്ങോ, ഞാൻ പറയുന്നത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമോ, അങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പഠിപ്പിച്ച് തുടങ്ങി ഒരു 2-2.5 മാസം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഇവർ ഇതിനോട് കൂടുതലായിട്ട് സഹകരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സംഗതി നല്ലൊരു രീതിയിൽ പഠിപ്പിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ലൊരു പര്യവസാനം എന്ന രീതിയിൽ 28-ാം തീയതി മേയർ വന്നിട്ട് ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഒരു അരങ്ങേറ്റം, നല്ലൊരു ഗംഭീരമായ ഒരു അരങ്ങേറ്റം നടക്കാൻ പോവുകയാണ്. ഭാവിയിൽ ഇവർക്ക് ഈ പ്രോഗ്രാമുമായിട്ട് ഇങ്ങനെ ഓരോ പല പരിപാടികളും വരുത്തുന്നുണ്ട്. സാധാരണ ഞാനിപ്പോൾ ആസാദി കോൽക്കളി സംഘം നടത്തുന്ന സംഘത്തിൻ്റെ ഗുരുനാഥനായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരുപാട് പ്രോഗ്രാമുകൾ വരുത്തുന്നുണ്ട്. അപ്പോൾ വരുമ്പം തന്നെ ഇങ്ങനെ ഒരു എൻക്വയറിയും വരുത്തുന്നുണ്ട്, വേറെ ഏതെങ്കിലും കോൽക്കളിയിൽ തന്നെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പല പരിപാടികളും, സാംസ്കാരിക വകുപ്പിൻ്റെ പരിപാടികളും ശരി, കോഴിക്കോട് കോർപ്പറേഷൻ്റെ കീഴിലുള്ള പരിപാടികളും ശരി, അതല്ലാതെ തന്നെ പൊതുവേ കോൽക്കളികൾ എന്ന് പറയുന്നത് വടകര, കോഴിക്കോട് ഭാഗങ്ങളിൽ കല്യാണ വീടുകളിലാണ് അധികമായിട്ട് കാണപ്പെടുന്നത്, മലപ്പുറം പ്രദേശങ്ങളിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ പിന്നെ പൊതുവേ ക്ലബ്ബുകളുടെ പരിപാടി, സാംസ്കാരമായിട്ട് കോഴിക്കോട് നഗരം എല്ലാവർക്കും അറിഞ്ഞില്ല, സാംസ്കാരമായിട്ട് കുറച്ചൊരു മുന്നോട്ടുള്ള നഗരമാണ്. അപ്പോൾ അതിൽ ഒരുപാട് പ്രോഗ്രാമുകൾക്ക് ഇവർക്ക് പരിപാടി അവതരിപ്പിക്കാൻ അവസരം കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ഇപ്പം തന്നെ ഈ അരങ്ങേറ്റത്തിന് മുമ്പ് തന്നെ 2 പ്രോഗ്രാമുകൾ ഇവർ വന്ന് നിൽക്കുന്നുമുണ്ട്. ഒന്ന് ഓണത്തിനൊരു പ്രോഗ്രാം ഒരു സംഘടന വിളിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ സാഹിത്യനഗരം പദ്ധതിയുടെ ഭാഗമായിട്ടൊരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഒക്ടോബർ 30, 31, നവംബർ 1 പരിപാടി വരുന്നത്. അപ്പോൾ ആ പരിപാടിയിലൊരു പ്രോഗ്രാം ഇവർക്ക് അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട്. മാപ്പിള കോൽക്കളിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥിനിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. എന്താണെന്നും ഈ പഠിത്തത്തിലേക്ക് വരാനുള്ള കാരണം എന്താണെന്നും അവരോട് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഒരുപാട് ഡിഫറെൻറ്റ് ഏജ് ആയിട്ടുള്ള ആളുകളായിട്ടാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ, അതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം. പിന്നെ മാപ്പിള കോൽക്കളിയിൽ അറിയാമല്ലോ, സാധാരണയായിട്ട് ആണുങ്ങളാണ്, പുരുഷന്മാരാണ് കൂടുതലായിട്ടും ഈ ഒരു മാപ്പിള കോൽക്കളിയിൽ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് എല്ലാവർക്കും കിട്ടി. അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ലെവലിലേക്ക് ആക്കിയെടുത്ത് ഞങ്ങളുടെ സാറാണ്. ഒരുപാട് നന്ദിയുണ്ട് ആ കാര്യത്തിൽ. കാരണം തുടക്കത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കോൽക്കളി എന്നൊക്കെ പറയുമ്പം നമ്മൾ ഈ യൂത്ത് ഫെസ്റ്റിവലുകളിൽ, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം യൂത്ത് ഫെസ്റ്റിവലുകളിലാണ് നമ്മളിതൊക്കെ കാണുന്നത്. അതിലൊക്കെ ഭയങ്കര സ്പീഡാണ്, ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവർ കളിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളൊരു ഭയങ്കര ഒരു ടെൻഷൻ ഞങ്ങൾക്ക് എല്ലാവരും ഇവിടെ പറയുമായിരുന്നു. അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഏകദേശം 1 വർഷത്തോളം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചു. ഇപ്പം അവസാനം മിനുക്ക് പണിയിലാണ് അരങ്ങേറ്റത്തിലേക്ക് കയറുന്നതിന് മുമ്പേ ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നന്നാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. തുടക്കത്തിൽ കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം അറിയാമല്ലോ, എല്ലാവരും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഫിസിക്കലി ആയിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടായിരുന്നു. നടക്കാനുള്ള ബുദ്ധിമുട്ട്, സ്പീഡ് എത്താത്ത ബുദ്ധിമുട്ട്, പെട്ടെന്ന് കിതപ്പ് വരുന്ന ബുദ്ധിമുട്ട്. അപ്പോൾ ആ സമയത്തൊക്കെ സാറ് നമുക്ക് റെസ്റ്റ് എടുക്കാൻ സമയം തരും, പിന്നീട് വീണ്ടും അത് പറഞ്ഞു തരും. കുറേ ടൈം എടുത്തിട്ടാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചേർന്നത്. ഇപ്പം എല്ലാവരും ഈ വേദനകളും കാര്യങ്ങളൊക്കെ എല്ലാവരുടെ കയ്യിൽ നിന്നും വിട്ടു. അപ്പോൾ ആർക്കും അത് അത്രയൊരു ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ട്.
പിന്നെ തുടക്കത്തിൽ കുറേ അടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. കാരണം കോൽക്കളിയാണല്ലോ, ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കഴിഞ്ഞാൽ അടി, എല്ലാവർക്കും കൈക്ക് തലയ്ക്കൊക്കെ കുറേ അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതില്ല. ഇപ്പം എല്ലാവരും കുറേ ഓക്കെ ആയി. കുറേ അല്ല, നല്ലൊരു മാറ്റം തന്നെ എല്ലാവർക്കും വന്നിട്ടുണ്ട്. എനിക്ക് ഈ കലാപരമായ ഫീൽഡിനോട് എല്ലാ കലയിലും എനിക്ക് വലിയ താല്പര്യമാണ്. അപ്പോൾ ഈ കോൽക്കളിയിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് നല്ലൊരു ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് പിന്നെ കുറേ ബുദ്ധിമുട്ടുകളും റിട്ടയർമെൻ്റ് ആകാതെ അതിനെല്ലാം കൂടെ ഒരു ബുദ്ധിമുട്ട് കാരണം എനിക്കിതുവരെ പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു അനിത പറഞ്ഞ ആ സഹപ്രവർത്തകയാണ് എന്നോട് പറഞ്ഞത് നമുക്ക് അങ്ങോട്ട് ചേരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പം ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് കോലാട്ടം എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു. പക്ഷേ കോൽക്കളി എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ടഫാണെന്ന് തോന്നി. പക്ഷേ മാഷയുടെ ആ ഒരു ശിക്ഷണത്തിലും ആത്മാർത്ഥതയിലും ഇത് പഠിച്ച് മുന്നോട്ട് പോയി നല്ലൊരു അവതരണത്തിലേക്ക്, നല്ലൊരു പരിപാടിയിലേക്ക് എത്തണം എന്നൊരു നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിലായതുകൊണ്ട് ഞാൻ എങ്ങനെയും എത്ര ബുദ്ധിമുട്ട് സഹിച്ചാലും ഞാൻ ഇവിടെ എങ്ങനെയും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ക്ലാസ്സാണ്. നമ്മൾ അടിപൊളിയായിട്ട് ഈ കോൽക്കളി നല്ല ടീമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ലപോലെയാണ് മാഷൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്, സൂപ്പറായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഓരോ താളവും പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. നല്ല എൻജോയ് ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും പഠിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. ഒന്നും അറിയാണ്ട് വന്നവരാണ് ഒരുവിധം എല്ലാവരും. പക്ഷെ ഇവിടെ എത്തിയിട്ട് മാഷ കഠിന അധ്വാനം തന്നെയാണ് ഞങ്ങൾ ആക്കിയെടുത്തത്. അല്ലാണ്ട് കോല് പിടിക്കാൻ വരെ അറിയില്ലായിരുന്നു, എങ്ങനെയാണ് പിടിക്കുക ഒക്കെ മാഷ എന്നെ കറക്റ്റ് പറഞ്ഞു തന്നിട്ട് ഒക്കെ ഞങ്ങളെ ഇവിടം വരെ എത്തിച്ച്. എല്ലാവർക്കും ഒരു മാനസികവും ശാരീരികവുമായിട്ടുള്ള ഞങ്ങൾ യൗവനത്തിലേക്കാണ് ഇപ്പം കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഒത്തൊരുമിച്ചൊരു കൂട്ടായ്മയിൽ കൂടി ഇത് കളിച്ചും പഠിച്ചും എടുക്കുമ്പോൾ. ഒരു വിശ്രമ ജീവിതം ഞങ്ങൾ ഇവിടേക്ക് വന്നതാണ്. ഈ പ്രായത്തിലും കളിക്കാൻ കഴിഞ്ഞതിന് വലിയ സന്തോഷം. ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞങ്ങളിങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത്. ഇത് കുടുംബശ്രീ വഴിയും പിന്നെ കോർപ്പറേഷൻ്റെ എല്ലാ ചാനൽ വഴിയും ഒക്കെ അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ വീട്ടിൽ ഒരുപാട് സ്ട്രെസ്സും വീട്ടിലെ ആ ഒരു ഇതും പിന്നെ കുട്ടിക്കാലത്ത് നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അന്നൊന്നും ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എന്ത് വേണമെങ്കിലും യൂട്യൂബിൽ നോക്കി പഠിക്കാം, എല്ലാം നോക്കി പഠിക്കാം. ഞങ്ങളുടെ കാലത്തൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു സ്വപ്നമായിരുന്നു ഞങ്ങൾക്ക് പഠിക്കണം എന്നുള്ള. അപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ ഇങ്ങനെ ഈ യുനെസ്കോൻ്റെ ഇതും കൂടി വെച്ചിട്ട് ഇവിടെ ഇങ്ങനൊരു സാംസ്കാരിക നിലയുണ്ടായി. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ കുറേ വീട്ടമ്മമാരും ഇവിടെ ഏജ് ഗ്രൂപ്പൊന്നുമില്ല, 7 to 70 വരെയുള്ള ഏജുള്ള ആൾക്കാർക്ക് പങ്കെടുക്കാം. അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാ വീട്ടമ്മമാരും വന്ന് വീട്ടിലെ സ്ട്രെസ്സൊക്കെ മാറ്റി വെച്ച് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ കോൽക്കളി പഠിച്ച് അരങ്ങേറാൻ പോവുകയാണ്. ഇനി ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഇനി ഉത്സവ പറമ്പിലോ എന്തെങ്കിലും ഇങ്ങനെ മീറ്റിങ്ങിലോ അങ്ങനെയൊക്കെ അവസരം ഞങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ചിങ്കാരിമേളൊക്കെ പോകുന്ന പോലെ ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് അവിടെ ചെയ്യും. ഞങ്ങൾക്ക് പണമൊന്നുമല്ല, നമുക്ക് കിട്ടുന്ന ആ ഒരു മനസ്സിൻ്റെ ആ ഒരു സന്തോഷം എന്തെങ്കിലും ചെയ്തു എന്നുള്ള അതാണ് ഏറ്റവും വലിയ നമുക്കിങ്ങനെ അവതരിപ്പിക്കാൻ പറ്റുക എന്നുള്ള ആ ഒരു സംതൃപ്തി വേറെ തന്നെയാണ്. തിരുവാതിര ക്ലാസ് അന്വേഷിച്ച് വന്നതാണ് ഞാൻ. അപ്പോൾ നോക്കുമ്പോഴാണ് നല്ലൊരു മാഷും കുട്ടികളുമായിട്ട് വളരെ ഇഷ്ടപ്പെട്ടു. ഒത്തിരി നന്നായി. ഞങ്ങൾ വീട്ടിലെ ഒരു ലോൺലിനെസ് മാറി പുറത്തിറങ്ങാൻ തുടങ്ങി. എല്ലാവരുമായിട്ട് നല്ല ഇത് പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും, എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കും. വളരെ കുറച്ച് നേരം നല്ലോണം എൻജോയ് ചെയ്ത് ഞങ്ങൾ കഴിയുന്നു. ഞാനൊരു ഫ്രണ്ട് വന്നതാണ്. ഇവിടെ ചെറുപ്പം വലുപ്പമൊന്നുമില്ല, എല്ലാവർക്കും പഠിക്കാൻ നല്ലൊരിതാണ്. എന്നും ജെൻസാണ് ഇത് പഠിച്ചും കൊണ്ട് അരങ്ങേറൽ. ഇപ്പോൾ ലേഡീസിന് ഇതാവാന്നുള്ളൊരു സന്തോഷമാണ്. പിന്നെ ഇപ്പോൾ കോൽക്കളി പുതിയൊരു ഐറ്റംസ് ആണല്ലോ പെണ്ണുങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ആൾക്കാരെ ഞാൻ കൊണ്ടുവരികയും ചെയ്ത്. അപ്പോൾ മാഷാണെങ്കിൽ നല്ല നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് ക്ലാസ് എടുത്തരും. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ വേഗം പഠിച്ചെടുത്ത് അരങ്ങേറ്റായി. വനിതകൾ കൈവച്ച മേഖലകളെല്ലാം വിജയം കൈവരിച്ച ചരിത്രമേ കോഴിക്കോട് നിന്ന് പറയാനുള്ളൂ. ഇത്തവണ മാപ്പിള കോൽക്കളിയിലാണ് ഈ ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ക്യാമറമാൻ സജി തറയിലിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.